ഹായ്, ഇന്ന് നമ്മളിതാ പഴയ കോട്ടൺ തുണിയും ടൈലിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ചട്ടിയാണ് നിർമ്മിച്ചത്. കണ്ടില്ലതാ, നല്ല സൂപ്പർ ചട്ടി, നല്ല വലിപ്പമൊക്കെ ഉള്ള ചട്ടിയാണ്. ഇനി വളരെ നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു 2 കിലോ സിമെൻറ്റ് മാത്രം, വേറെ ഒന്നുമില്ല. ബാക്കി വേസ്റ്റ് തുണി, വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് തുണിയും പൊട്ടിയ ടൈലിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് പോകാം. ടൈല് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റണം. പിന്നെ നമുക്ക് വേണ്ടത് കോട്ടൺ തുണി. നമ്മൾ വെക്കുന്ന മോൾഡ് ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എക്സോ ബ്ലേഡ് വെച്ചിട്ട് ഒരു ഭാഗം കട്ട് ചെയ്തതാണ്. അത് എളുപ്പത്തിൽ ഇതിൽ നിന്ന് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മളൊരു പ്ലാസ്റ്റിക് കവറിൽ പൊതിയണം അത്. എന്നിട്ട് ഒരു ടൈലിൻ്റെ മുകളിൽ ഒരു നല്ല പ്രതലത്തിൻ്റെ മുകളിൽ നമ്മൾ കമിഴ്ത്തി വെക്കുക. ഈ കോട്ടൺ തുണികളൊന്ന് നമുക്ക് നനച്ച് പിഴിഞ്ഞ് എടുക്കാം. ഇനി നമുക്ക് സിമെന്റ് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റാം. ഇതേപോലെ ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച തുണിയെടുത്ത് ഈ സിമെന്റിൽ നന്നായിട്ട് മുക്കിയെടുക്കാം. നമ്മുടെ മോൾഡിന്റെ മുകളിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു കനം വെക്കണം, ഈ മോൾഡ് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ നമ്മൾ സിമെന്റിൽ മുക്കിയെടുത്ത തുണി മോൾഡിന് ചുറ്റും ഒട്ടിക്കുക. ഒരു ലെയർ തുണി കൂടി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കണം. 2 ലെയർ തുണി വേണം. ഇനി നമുക്ക് അടിഭാഗത്ത് തുണിയാണ് വെക്കേണ്ടത്. ആ തുണിയുടെ നടുഭാഗത്ത് നമ്മളൊരു ഹോൾസ് കത്തി ഉപയോഗിച്ച് വെട്ടണം. മൂന്ന് ലെയർ തുണിയാണ് നമ്മൾ അടിഭാഗത്ത് വെക്കുന്നത്. ഇതേപോലെ പൊട്ടിക്കുക. ഇനി നമുക്ക് ബാക്കി വന്ന സിമെൻറ്റ് മുഴുവനായിട്ട് ഈ സിമെൻറ്റ് പേസ്റ്റ് ഇതിൻ്റെ മുകളിൽ വാരി നന്നായിട്ട് തേച്ച് കൊടുക്കും എല്ലാ ഭാഗത്തും. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച നമ്മുടെ ടൈല് കഷ്ണങ്ങൾ എടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഒട്ടിക്കുക. താഴെ നിന്ന് മേലോട്ട് ഒട്ടിച്ച് വരണം. ഫുള്ള് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചട്ടിയാണ് ഇത്.
അത് പിന്നെ ഈ ചട്ടിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെയിൻ്റ് അടിക്കണ്ട, നല്ല ഉറപ്പുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഒരുമിച്ചൊക്കെ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്, പെട്ടെന്ന് കഴിയും പരിപാടി. പിന്നെ വളരെ ചിലവും കുറവാണ്. അതായത് വെറും 2 കിലോ സിമെൻറ്റ് മാത്രമേ നമുക്കിതിന് ഒരു ചട്ടിക്ക് ആവശ്യമുള്ളൂ. നല്ല വലുപ്പത്തിലുള്ള ചട്ടിയാണ് കിട്ടുക. അപ്പോൾ ഇതിന് 2 കിലോ സിമെൻറ്റ് മാത്രം മതി. ഒരു 15-20 രൂപേൻ്റെ ഉള്ളിൽ അതിന് നമുക്ക് ചിലവ് വരുള്ളൂ ആകെ. പിന്നെ പെയിൻ്റ് അടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ടൈലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് ഇനി ഈ പേസ്റ്റ്, അതായത് സിമെൻറ്റ് പേസ്റ്റ്, ഇതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ നിറയുന്ന രീതിയിൽ നമ്മൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, അതായത് 2 ഇഞ്ച് ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഈ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പുകളൊക്കെ അടച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് എടുക്കാം. ഇതാ 24 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ചട്ടിയുടെ, അതായത് ടൈലിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന സിമെൻറ്റ് കത്തിയോ അല്ലെങ്കിൽ ഉളിയോ അല്ലെങ്കിൽ ഒരു നമ്മുടെ കറിക്കത്തിയോ, പഴയ കറിക്കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഈ ടൈലിൻ്റെ മുകളിലുള്ള സിമെൻറ്റൊക്കെ നമുക്ക് ചെറുതായി ഉരസി ഒഴിവാക്കിയെടുക്കാം. ഇതേപോലെ ഇനി കുറച്ച് വെള്ളം എടുത്ത് നമുക്കിത് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരസി കഴുകിയെടുക്കാം. അപ്പോൾ ശേഷിച്ചിരിക്കുന്ന ടൈലിൻ്റെ മുകളിൽ പറ്റി പിടിച്ച സിമെൻറ്റൊക്കെ പോയി കിട്ടും. ഇനി ചട്ടി എടുത്ത് തിരിച്ച് വെച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മോൾഡ് എടുത്ത് ഒഴിവാക്കാം. നമ്മൾ കട്ട് ചെയ്ത മോൾഡ് ആയതുകൊണ്ട് 2 ഭാഗം ഒന്ന് ഉള്ളോട്ട് പിടിച്ചിട്ട് എടുത്ത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ കഴിയും. കട്ട് ചെയ്യാതെ മോൾഡ് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മോൾഡ് എടുത്ത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അപ്പോൾ കട്ട് ചെയ്യുക, പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറും നിർബന്ധമായിട്ടും പൊതിയുക. ഇനി നമ്മുടെ ചട്ടിയുടെ ഉൾഭാഗത്ത് നമുക്ക് കുറച്ച് സിമെൻറ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം. ഒരു പെയിൻറ്റിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ടൊന്ന് തേച്ച് മിനുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കത് 2-3 ദിവസം ഇത് നനയ്ക്കുക നന്നായിട്ട്. പിന്നീട് മണ്ണ് നിറച്ച് ചെടിയൊക്കെ വെക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയും ചട്ടിയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഷെയർ ചെയ്യുക, ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക. എല്ലാ സഹായവും കമൻറ്റ്, ലൈക്ക് എല്ലാം തരും. അപ്പോൾ സ്നേഹത്തോടെ അടുത്ത വീഡിയോ വരെ ബൈ ബൈ.